ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കി ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പിട്ടിട്ട് നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ചിട്ടുള്ളതാണ് ഈ പേസ്റ്റ്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നിന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ നല്ല രീതിക്കൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായി മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാടൊന്നും വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ സവാളയിൽ ഉപ്പ് തിരുമ്മിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം ഉപ്പ് ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം, കുരുമുളക്, ഏലക്കായൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിന് ഇത്ര അളവ് എന്നൊന്നുമില്ല. ഞാൻ ഊറ്റിയെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി നോക്കണം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇത് മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല കേട്ടോ. ഇഷ്ടമില്ലാത്തവരത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ അരി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മസാല നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച്, അതായത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് എസൻസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് 1 മണിക്കൂർ നമുക്കിതൊന്ന് ഇതുപോലെ മൂടി വെച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതുപോലെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്